സാധാരണയായി ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്, അള്ളയാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത് എങ്കിൽ അള്ളാനെ സൃഷ്ടിച്ചതാരാ? സാധാരണയായി ചോദിക്കുന്നത് ആ ദൈവത്തെ സൃഷ്ടിച്ചതാരാണ്? ആ ചോദ്യം തന്നെ അപ്രസക്തമാണ്. കാരണം നമ്മൾ സൃഷ്ടാവിനെ കുറിച്ച് പറയുന്നത് ഖാലിഖ് എന്നാണ്. സൃഷ്ടാവ് സൃഷ്ടികളെ കുറിച്ച് പറയുന്നത് മഖ്ലൂഖ് എന്നാണ്. ഇപ്പൊ ഖാലിഖിനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് മഖ്ലൂഖായില്ലേ? അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം തന്നെ അപ്രസക്തമാണ്. ദുനിയാവിൽ ധാരാളം ചോദ്യങ്ങൾ അപ്രസക്തമായിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ ഉദാഹരണം കേൾപ്പിക്കാം. മുകുന്ദൻ മേനോന് സർജറിക്ക് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ അഡ്മിറ്റ് ആയിരിക്കുക. ഡോക്ടർ വെളിയിലേക്ക് വന്നപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, മുകുന്ദൻ മേനോൻ സർജറിക്ക് വേണ്ടി ഉള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ്, അദ്ദേഹം പ്രസവിച്ചത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ? മുകുന്ദൻ മേനോൻ പ്രസവിക്കത്തില്ല. ആ ചോദ്യം തന്നെ അപ്രസക്തമാണ്. പോത്ത് പ്രസവിച്ചത് ആണാണോ പെണ്ണാണോ? ചോദ്യം അപ്രസക്തമാണ്. പോത്ത് പ്രസവിക്കത്തില്ല. കാള പ്രസവിച്ചത് പശുക്കുട്ടിയാണോ കാലക്കുട്ടിയാണോ? അപ്രസക്തമാണ്. ഒരാൾ ഓട്ട മത്സരം ഒരു വിങ് സംഘടിപ്പിച്ചു, ഒരു ക്ലബ്ബ് ഓട്ട മത്സരം സംഘടിപ്പിച്ചു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഈ സംഘാടകർ എന്ത് ചെയ്തു? ഓട്ട മത്സരത്തിനു വേണ്ടി നിരന്ന് നിൽക്കുന്ന ആൾക്കാരോട് പറയുകയാണ്, ഓട്ട മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ഒരാൾ ഓടിയിരിക്കണം. അയാൾ ഓടുന്നതിന് മുമ്പ് ഒരാൾ ഓടിയിരിക്കണം. ആരോടുന്നതിന് മുമ്പും ഒരാൾ ഓടിയിരിക്കണം. പിന്നെ ആ ഓട്ട മത്സരം അവിടെ നടക്കുമോ? ഓട്ട മത്സരം നടക്കത്തില്ല. എവിടെയെങ്കിലും ഒരു പോയിന്റ് വേണം. എന്ന് പറഞ്ഞതുപോലെ സൃഷ്ടാവിനെ സൃഷ്ടിച്ചതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ തസൽസുൽ, അവനെ സൃഷ്ടിച്ചതാര്? അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം തന്നെ അപ്രസക്തമാണ്. ഖാലിഖ് സൃഷ്ടാവാണ്, മഖ്ലൂഖ് സൃഷ്ടികളാണ്. അതുകൊണ്ട് സൃഷ്ടാവിനെ സൃഷ്ടിച്ചവൻ എന്നൊരു ചോദ്യം അപ്രസക്തമാണ്. സൃഷ്ടാവാണ്, അവൻ ഏകനാണ്, അവനാണ് എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. उलमाए देवबंद हक़ गो